കോഴിക്കോട് ചേളന്നൂർ പൊഴിക്കടവ് കുന്നിലെ മണ്ണ് ഖനനത്തിനെതിരെ ജനകീയ സമിതി നടത്തുന്ന സത്യാഗ്രഹം 6ാം ദിവസത്തിലേക്ക്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തുന്നതിൽ ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരം തുടരാനാണ് സമിതിയുടെ തീരുമാനം. ചേളന്നൂർ പോഴിക്കാവ് കുന്നിലെ മണ്ണെടുപ്പിനെതിരായ ജനകീയ സമിതി പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ വിഷയത്തിൽ ഇടപെട്ട് സബ് കളക്ടർ ഹർഷിലാർ മീണ ജനങ്ങളുടെ സുരക്ഷയ്ക്കാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ സബ് കളക്ടർ നിർദ്ദേശം നൽകി. ജിയോളജിസ്റ്റ് നിർദ്ദേശിച്ച സുരക്ഷാ മാനദണ്ഡങ്ങൾ നടപ്പാക്കാനാണ് തീരുമാനം. നിലവിൽ 2 മൺതിട്ടയുള്ളത് 4ആയി തിരിക്കും. താഴെ ഭാഗത്തെ ഭിത്തി കരിങ്കൽ ഉപയോഗിച്ച് ശക്തിപ്പെടുത്തും. അകത്തുതന്നെ വെള്ളം കെട്ടിനിൽക്കുന്ന തരത്തിൽ ഓവുചാൽ സംവിധാനം ഏർപ്പെടുത്തും. ബാക്കി വെള്ളം റോഡിലെ ഓവുചാലിലേക്ക് ഒഴുക്കിവിടുന്നതിനുള്ള സൗകര്യവും ഒരുക്കും. സബ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് നടപടികൾ പൂർത്തീകരിക്കുക. മണ്ണൊലിപ്പ് തടയുന്നതിനു വേണ്ടി കുന്നിൻ ചരിവിൽ കൂടുതലായി തിട്ടകൾ കെട്ടിത്തരാമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുന്നിൻ്റെ അടിത്തട്ടിൽ കരിങ്കല്ലുകൾ ഉപയോഗിച്ച് ചുമരുകൾ കെട്ടിത്തരാമെന്ന് കേട്ടിട്ടുണ്ട്. അതേ രീതിയിൽ ഈ മഴവെള്ളവും ചളിയും റോഡിലേക്കും സമീപ പ്രദേശത്തേക്കും ഒഴുകി വരുന്നത് തടയുന്നതിന് വേണ്ടി റോഡിന് സമീപം ബണ്ട് കെട്ടിത്തരാമെന്നും കേട്ടിട്ടുണ്ട്. അതേസമയം പോഴിക്കാവ് കുന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ജനകീയ സമിതിയുടെ സത്യാഗ്രഹം 6ാം ദിവസവും തുടരുകയാണ്. മണ്ണെടുപ്പ് മൂലം നിർത്തിവെച്ച പുതിയേടത്തുതാഴം ചിറക്കുഴി റോഡിന്റെ നവീകരണ പ്രവൃത്തികൾ ഉടൻ പുനരാരംഭിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ഒക്ടോബറിൽ പൂർത്തീകരിക്കേണ്ട റോഡ് പണി മണ്ണെടുപ്പിന് സൗകര്യം ചെയ്യാനായി അധികൃതർ നീട്ടിക്കൊണ്ടു പോകുകയാണെന്ന ആരോപണവും ശക്തമാണ്. മണ്ണെടുപ്പിനെതിരെ ജനകീയ സമരസമിതി പ്രതിഷേധിച്ചതിന്റെ പ്രതികാര നടപടിയായാണ് അധികൃതർ റോഡിന്റെ നവീകരണം നിർത്തിവെച്ചതെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് മലയാളം, കോഴിക്കോട്.